Hello and welcome back to Mega Crash Course for Target 2021 exams. So, in the thermodynamics in avasana bhagam discuss cheyyunnathu thermodynamics in statistical physics enna paper le avasana bhagamaanu nammal innu discuss cheyan povunnathu. So, endokkeyanu nammal innatte class discuss cheyan povunnathu? Nammal moonu pradhanappetta കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കോൺസെപ്റ്റ്സ് ഓഫ് മൈക്രോസ്റ്റേറ്റ് ആൻഡ് മാക്രോസ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് phase space ne kurichana. Phase space and Hamiltonian concept of Hamiltonian and phase space. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് what are some important statistical distribution functions. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ഭാഗത്തിലാണ്. അതായത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ, ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ മൂന്ന് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്തിലേക്ക് കിടക്കാം? ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് തിയറംസ്. അതായത് മൈക്രോ സ്റ്റേറ്റ്സും മാക്രോ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ കോൺസെപ്റ്റ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നമുക്കൊരു പ്രോസസ്സ്, ഓക്കെ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ കോയിൻ ടോസ്. ഓക്കെ, ഒരു കോയിൻ ടോസ് ഇവന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് ഔട്ട്കംസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഹെഡ് വീഴും അല്ലെങ്കിൽ ടെയിൽ വീഴും. ഇത് രണ്ടിനും 50-50 ചാൻസ് ആണുള്ളതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ 50 പാതി ഭാഗം ഹെഡും പാതി ഭാഗം ടെയിലും ആണെന്നുള്ള അതിൻ്റെ അർത്ഥം. എന്താണ് അതിനർത്ഥം? നമ്മൾ ഒരു കോയിൻ 50 തവണ അല്ലെങ്കിൽ 100 തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ 50 തവണ ഹെഡും 50 തവണ ടെയിലും ആവാനാണ് ചാൻസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പക്ഷെ അപ്പോൾ നിങ്ങൾ ചോദ്യം വരും, 50 തവണ തന്നെ കൃത്യമായിട്ട് ആവുമോന്ന്? ഇല്ല, ചെറിയ മാറ്റങ്ങളൊക്കെ വരും, 49, 50. പക്ഷേ നിങ്ങൾ എണ്ണം കൂട്ടും തോറും, അതായത് ടോസിൻ്റെ എണ്ണം ആദ്യം 100 ഉള്ളത് 1000 ആക്കി, 1000 ഉള്ളത് 10,000 ആക്കി, അങ്ങനെ കൂട്ടും തോറും ഈ റേഷ്യോ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, റേഷ്യോ അങ്ങനെ കൂടുതൽ പ്രിസൈസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇൻഫിനിറ്റ് തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി പകുതി തവണ ഹെഡും എക്സാക്ട്ലി പകുതി തവണ ടെയിലും ആയിരിക്കും വരിക. പക്ഷേ നമുക്ക് ഇൻഫിനിറ്റ് തവണ നമുക്ക് ടോസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ മൈക്രോസ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് രണ്ട് കോയിൻ്റെ ടോസാണ്, സൈമൾട്ടേനിയസ് ടോസ്. ഓക്കെ, അത് ഞാൻ എൻ്റെ വലത് കയ്യിലൊരു കോയിനും ഇടത് കയ്യിലൊരു കോയിനും ഒരുമിച്ച് ടോസ് ചെയ്യാണ്. ഓക്കെ, ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് ഔട്ട്കംസ് പോസിബിൾ ആണ് അല്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് കോയിൻ്റെ ഔട്ട്കം അതെനിക്ക് ഇവിടെ വരാം. ഞാൻ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് കോയിൻ്റെ ടോസ് കോമ സെക്കൻഡ് കോയിൻ്റെ ടോസ് കോയിൻ്റെ റിസൾട്ട് അതിനൊരു സെറ്റാക്കി എഴുതാണ്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ഔട്ട്കംസ് പോസിബിൾ ആണ്? നോക്കൂ, ഫസ്റ്റ് കോയിൻ ഹെഡ് ആവാം, രണ്ടാമത്തെ കോയിൻ ടെയിൽ ആവാം. ഓക്കെ, ഫസ്റ്റ് കോയിൻ ടെയിൽ ആവാം, രണ്ടാമത്തെ കോയിൻ ഹെഡ് ആവാം. ഫസ്റ്റ് കോയിൻ ഹെഡ് ആവാം, സെക്കൻഡ് കോയിനും ഹെഡ് ആവാം. ഫസ്റ്റ് കോയിൻ ടെയിൽ ആവാം, സെക്കൻഡ് കോയിനും ടെയിൽ ആവാം. ഓക്കെ, ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ 4 ഔട്ട്കംസ് ആണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദ സാമ്പിൾ സ്പേസ് ഓഫ് ദിസ് ടോസിംഗ് പ്രോസസ് ഈസ് കൺസിസ്റ്റ് ഓഫ് 4 എലമെന്റ്സ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ 4 എലമെന്റ്സ് ആണ്. ഏതൊക്കെ ഉള്ളത്? HT, then TH, then HH, then TT. ഓക്കെ, ഇങ്ങനെ 4 ഔട്ട്കം സാമ്പിൾ സ്പേസ് 4 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിലെ ഓരോ എലമെൻറ്റിനെയാണ് നമ്മൾ ഇതിനെ മൈക്രോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോ ലെവലിലുള്ള ഇൻഫർമേഷനാണ്. ഒരു സിസ്റ്റത്തിനെ കുറിച്ച് അതിൻ്റെ ഓരോന്നും എന്താണ് എന്ന് അറിയുന്നതിനെ കുറിച്ചാണ് നമ്മൾ മൈക്രോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ വന്നിട്ട് ചെയ്യാം. നോക്കൂ, നിങ്ങൾക്ക് ഒരു ബോക്സിനകത്ത് നിങ്ങൾക്ക് ബ്ലൂ ബോൾസും ഗ്രീൻ ബോൾസും ഉണ്ടെന്ന് ഇരിക്കാം. ഒരു ബോക്സിനകത്ത് യു ഹാവ് ഗ്രീൻ ബോൾസ് ആൻഡ് ബ്ലൂ ബോൾസ്. ഓക്കെ, അപ്പോൾ ഈ ബോൾസ് എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കാം. ഇതിനൊക്കെ നമ്പർ ഉണ്ടെന്നിരിക്കാം, 1, 2, 3, 4, 5, 6 ആൻഡ് സോ ഓൺ. അങ്ങനെ എല്ലാ ബോൾസും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ബോൾ ബ്ലൂ ആണ്, രണ്ടാമത്തെ ബോളും ബ്ലൂ ആണ്, മൂന്നാമത്തെ ബോൾ ഗ്രീൻ ആണ്, നാലാമത്തെ ബോൾ ബ്ലൂ ആണ്. അങ്ങനെ എഴുതുന്നുണ്ട്. അതേപോലെയാണോ ഇതിൽ? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് രണ്ടിലും സെയിം ആണ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്താണ്? രണ്ടിലും 36 ആണ്. ദർ ആർ 36 ബോൾസ്. ഓക്കെ, പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് അല്ല നമുക്ക്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽ ബോൾസിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഇവിടെ ഒന്നാമത്തേതിൽ നമുക്ക് ഫസ്റ്റ് ബോൾ ബ്ലൂ ആണെങ്കിൽ രണ്ടാമത്തേലും ഫസ്റ്റ് ബോൾ ബ്ലൂ ആണ്. പക്ഷേ സെക്കൻഡ് ബോൾ ബ്ലൂ ആണെങ്കിൽ രണ്ടാമത്തേത് സെക്കൻഡ് ബോൾ എന്താണ്? ഗ്രീൻ ആണ്. സോ ഇത് നമ്മൾ എന്താ പറയാം? ഇതിൻ്റെ മൈക്രോ സ്റ്റേറ്റും ഇതിൻ്റെ മൈക്രോ സ്റ്റേറ്റും ഡിഫറെൻ്റ് ആണെന്ന് വേണം പറയാം. ഓക്കെ, കാരണം ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ സാധനങ്ങളും അതുപോലെ തന്നെ ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മൈക്രോ സ്റ്റേറ്റും സെയിം ആണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, പക്ഷേ മാക്രോ സ്റ്റേറ്റ് എന്നുള്ള ഐഡിയ എന്താണെന്ന് അറിയോ?
മാക്രോ സ്റ്റേറ്റ് ഞാൻ ചോദിക്കുകയാണ്, ഹൗ മെനി ബ്ലൂ ബോൾസ് ആർ ദെയർ ഇൻ ദി ബോക്സ്? ഹൗ മെനി ബ്ലൂ ബോൾസ് ആർ ദെയർ ഇൻ ദ ബോക്സ് എന്ന് വെച്ചാൽ എത്രയുണ്ട്? എല്ലാത്തിലും നമുക്കുള്ളത് എത്രയാണ്? 21 ബ്ലൂ ബോൾസ് ആൻഡ് 15 ഗ്രീൻ. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ബോക്സിലും നമുക്കുള്ളതാണ് 21 ബ്ലൂ ബോൾസും 15 ഗ്രീൻ ബോൾസും ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ മാക്രോ സ്റ്റേറ്റ്, ഈ സിസ്റ്റത്തിൻ്റെ എല്ലാം മാക്രോ സ്റ്റേറ്റ് സെയിം ആണ്. ഓക്കെ, ഈ സിസ്റ്റത്തിൻ്റെ എല്ലാം മാക്രോ സ്റ്റേറ്റ്, അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഏതൊക്കെ ബോൾസിനാണ് ബ്ലൂ ഉള്ളത്, ഏതൊക്കെ ബോൾസിനാണ് ഗ്രീൻ ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എപ്പോൾ മാക്രോ സ്റ്റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. വാട്ട് ഈസ് മാക്രോ? അല്ലെ, മാക്രോ എന്താണ്? നമ്മൾ വളരെ മുകളിൽ നോക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ആ ബേർഡ്സ് ഐ വ്യൂവിൽ കാണുമ്പോൾ മൊത്തത്തിലൊരു ഫിഗറാണ് നമുക്ക് കിട്ടുക, അല്ലേ? നമുക്ക് ഇൻഡിവിജ്വൽ ഓരോന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇൻഡിവിജ്വൽ നമ്മൾ മാക്രോ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ സിസ്റ്റംസും എന്താണ്? ഒരേ മാക്രോ സ്റ്റേറ്റിലാണ്. ഒരേ മാക്രോ സ്റ്റേറ്റ്. എന്താണ് ആ മാക്രോ സ്റ്റേറ്റ്? ദർ ആർ 21 ബ്ലൂ ബോൾസ് ആൻഡ് 15 ഗ്രീൻ ബോൾസ്. ഇതാണ് ഒരു മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മൈക്രോ സ്റ്റേറ്റ് എന്താണ്? മൈക്രോ സ്റ്റേറ്റ് നമ്മൾ കൃത്യമായിട്ട് പറയണം. ഒന്നാമത്തെ ബോൾ ബ്ലൂ, രണ്ടാമത്തെ ബോൾ ഗ്രീൻ, മൂന്നാമത്തെ ബോൾ ബ്ലൂ, അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് പറയും. അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ 6 സ്റ്റേറ്റ്സും എന്താണ്? മൈക്രോ സ്റ്റേറ്റ്സ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ മാക്രോ സ്റ്റേറ്റ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഹെഡും ടൈലിൻ്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാം? മാക്രോ സ്റ്റേറ്റ് ഏതിനൊക്കെ ഡിഫറെൻ്റ് ആണ്? ഇവിടെ മാക്രോ സ്റ്റേറ്റ് ഹെഡും ടൈലും കിട്ടുന്ന മാക്രോ സ്റ്റേറ്റ്സ് എത്ര ഉണ്ട്? 2 ഉണ്ട്. ഹെഡ് മാത്രം കിട്ടുന്ന മാക്രോ സ്റ്റേറ്റ്സ് എത്ര ഉണ്ട്? 1. ടൈല് മാത്രം കിട്ടുന്ന മാക്രോ സ്റ്റേറ്റ്സ് എത്ര ഉണ്ട്? 1. പക്ഷേ മാക്രോ സ്റ്റേറ്റ് നോക്കിയാൽ നമുക്ക് എന്താണ്? മൈക്രോ സ്റ്റേറ്റ്സ് ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാവും. നോക്കൂ, ഇവിടെ മാക്രോ സ്റ്റേറ്റ് രണ്ടിനും സെയിം ആണ്, പക്ഷേ മൈക്രോ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. കാരണം ഒന്നാമത്തെ ആൾ ഹെഡും രണ്ടാമത്തെ ആൾ ടൈലും ആണ് ഫസ്റ്റത്തേൽ. ഒന്നാമത്തെ ആൾ ടൈലും രണ്ടാമത്തെ ആൾ ഹെഡും ആണ്. ഡിഫറൻസ് ഉണ്ട്, പക്ഷേ മാക്രോ സ്റ്റേറ്റിൽ മാറ്റില്ല, മൈക്രോ സ്റ്റേറ്റ് സെയിം ആണ്. മനസ്സിലായോ? സോ ദിസ് ഈസ് ദി ഐഡിയ ഓഫ് മൈക്രോ സ്റ്റേറ്റ് ആൻഡ് മാക്രോ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ എപ്രയോറി പ്രോബബിലിറ്റീസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ എപ്രയോറി പ്രോബബിലിറ്റീസ്? അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഹെഡും ടൈലും, അല്ലേ? ഹെഡും ടൈലിൽ അത് നമുക്ക് നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരുന്നത്? ദർ ആർ 4 എലമെൻറ്റ്സ്, അല്ലേ? ഫസ്റ്റ് ഹെഡ് ടൈല്, ദെൻ ടൈല് ഹെഡ്, then head, finally tail. ഓക്കെ, ഈ സാമ്പിൾ സ്പേസിൽ നമ്മൾ ഈ ഞാൻ സൈമൾട്ടേനിയസ് ടോസ്, അല്ലേ? എൻ്റെ 2 കയ്യിലും ഓരോ കോയിൻസ് ഉണ്ട്, ഞാൻ രണ്ടും ഒരുമിച്ച് ടോസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ വീഴാനുള്ള പ്രോബബിലിറ്റി എല്ലാത്തിലും സെയിം ആണ്. അതായത് ഹെഡും ടൈലും ആയി വീഴാൻ സെയിം പ്രോബബിലിറ്റി എത്രയാണോ അത്രയും പ്രോബബിലിറ്റി ആർക്കുണ്ട്? ടൈലും ഹെഡായിട്ട് വീഴാൻ. അത്രയും പ്രോബബിലിറ്റി ഹെഡും ഹെഡായിട്ട് വീഴാനുണ്ട്, അത്രയും പ്രോബബിലിറ്റി ടൈലും ടൈലായിട്ട് വീഴാനുണ്ട്. അതായത് ഇതിൽ ഓരോ മൈക്രോ സ്റ്റേറ്റിനും എന്താണ്? ഈക്വൽ പ്രോബബിലിറ്റീസ് ആണ് ടു ഒക്കർ. ഈക്വൽ പ്രോബബിലിറ്റീസ് ടു ഒക്കർ. അതായത് ഒന്നിനും മറ്റൊന്നിനേക്കാൾ എന്തില്ല? ബയാസ് ഇല്ല. ഒന്ന് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, എല്ലാതും എന്താണ്? എല്ലാ മൈക്രോ സ്റ്റേറ്റ്സും ഈക്വലി പ്രോബബിൾ ആണ്. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ എപ്രയോറി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ എപ്രയോറി. ഈ ഒരു കൺസെപ്റ്റ് എന്നാണ് നമ്മൾ പിന്നീട് നമ്മൾ എൻസെമ്പിൾസ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. വാട്ട് ആർ എൻസെമ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയും. സോ എൻസെമ്പിൾസ് എന്നുള്ള ഐഡിയ ഉദിക്കുന്നത് തന്നെ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. കാരണം നമ്മൾ എൻസെമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ, എൻസെമ്പിൾസ് എന്ന് പറഞ്ഞാൽ വി ആർ ഐഡന്റിക്കലി പ്രിപ്പയറിംഗ് n കോപ്പീസ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിസ്റ്റത്തെ നമുക്ക് ഐഡന്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഇല്ല. പക്ഷേ ഇതൊരു തോട്ട് എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് ലാബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻസെമ്പിൾസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിത് ഇങ്ങനെ ചിന്തിച്ചാൽ അതും സെയിം ഔട്ട്കം ആണ് നമുക്ക് തരാം എന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ. ഓക്കെ, സോ അതിനെക്കുറിച്ച് എൻസെമ്പിൾസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പിന്നീട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. സോ വാട്ട് ആർ എൻസെമ്പിൾസ്? അപ്പോൾ എൻസെമ്പിൾ എന്ന് പറഞ്ഞതാണ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് identically prepared systems. ഉണ്ടോ? ഇതൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ എന്ത് ചെയ്യാണ്? n നമ്പർ ഓഫ് സിസ്റ്റംസ് ഐഡന്റിക്കലി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു പ്രോസസ്സ് ആകുമ്പോൾ, ഞാനിപ്പോൾ നേരത്തെ ഹെഡും ടൈലും ടോസ് ചെയ്തു, അല്ലേ? ഈ ഹെഡും ടൈലും ടോസ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യത്തെ തവണ ടോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഹെഡും ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ തവണ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ടൈലും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ആദ്യത്തെ തവണ ടോസ് ചെയ്യുമ്പോൾ ഹെഡും കിട്ടി, അല്ലേ?
ആ ഹെഡും കിട്ടിയ അതേ അവസ്ഥയിൽ നിന്നാണ് ഞാൻ രണ്ടാമത് ടോസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയതിൻ്റെ കോമ്പിനേഷനായിട്ട് വേറെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഒരേപോലത്തെ സിസ്റ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കുറേ കോപ്പീസ് ഉണ്ടാക്കി വെക്കും. ഓക്കെ, എന്നിട്ട് ഓരോന്നിലും ഈ പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ എന്താണ്, ആദ്യത്തെ കേസിൽ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എല്ലാത്തിനും ഓരോ മൈക്രോസ്റ്റേറ്റിനും പ്രോബബിലിറ്റി എന്താണ്, സെയിം ആണ്. അപ്പോൾ നമ്മൾ 2 കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എത്ര എൻസെമ്പിളിൽ എത്ര കോപ്പീസ് ഉണ്ടാക്കി വെക്കണം, നമ്മൾ 4 സിസ്റ്റംസ് ഉണ്ടാക്കി വെക്കണം. അതായത് 4 ആളുകൾ അവരുടെ 2 കയ്യിലും കോയിൻസ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സിസ്റ്റംസ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. 4 ആളും, അപ്പോൾ 4 ആളെന്ന് പറഞ്ഞാൽ ശരിക്കും 4 ആളല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ തന്നെ 4 കോപ്പീസ് ഇങ്ങനെ എടുത്തു വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, 4 ആൾ ഒരുമിച്ച് ടോസ് ചെയ്യാണ്. അപ്പോൾ 4 ആൾക്കും അവരുടെ ഔട്ട്കംസ് കിട്ടും. ഇതിനാണ് നമ്മൾ എൻസെമ്പിൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്കം അല്ല എൻ്റെ മറ്റേ കോപ്പിക്ക് കിട്ടുക, ആ കോപ്പി കിട്ടുന്ന ഔട്ട്കം അല്ല മറ്റേ കോപ്പി കിട്ടുക. സോ ഇങ്ങനെ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് പ്രിപ്പയർ, മറ്റൊരു ബയാസും ഇല്ല. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചില ആൾക്ക് സംശയം വരാം, ഞാൻ എൻ്റെ കോപ്പി എടുക്കുമ്പം എൻ്റെ രണ്ടാമത്തെ കോപ്പിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അയാൾക്ക് വലത്തെ കൈക്ക് ചെറിയൊരു ആരോഗ്യം കുറവാണ്. ഓക്കെ, വലത്തെ കൈക്ക് ആരോഗ്യം കുറവാകുമ്പോൾ സംഭവിക്കുന്നു, സ്വാഭാവികമായിട്ടും ലൂസായിട്ടായിരിക്കും ടോസ് ചെയ്യുക. ലൂസായിട്ട് ടോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എപ്പോഴും ഹെഡ് തന്നെ വീഴും, അങ്ങനെ ബയാസിങ് ഉണ്ടാവും. പക്ഷേ ഇതതില്ല. എൻസെമ്പിൾസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഈക്വലായിട്ട് പ്രിപ്പയർ ചെയ്യണം. ദിസ് ഈസ് ദി ഐഡിയ ഓഫ് എൻസെമ്പിൾസ്. ഓക്കെ, ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസെമ്പിൾസ്: മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ, കാനോണിക്കൽ എൻസെമ്പിൾ ആൻഡ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ PG ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ഫേസ് സ്പേസ്. ഓക്കെ, എന്താണ് ഫേസ് സ്പേസ് എന്നുള്ളതാണ്. ഈ ഫേസ് സ്പേസ് എന്നുള്ള വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് രണ്ട് ഡിഫറെൻറ്റ് ടേംസ് ആണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത്. ഒന്ന് കോൺഫിഗറേഷൻ സ്പേസ് ആൻഡ് ഫേസ് സ്പേസ്. എന്താ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അല്ലേ? കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചെസ്സിൻ്റെ ബോർഡ് കണ്ടല്ലോ അല്ലേ, ചെസ്സ് കളിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. ഇപ്പോൾ ഈ ചെസ്സിൽ നമ്മൾ അതിൻ്റെ ഈ അണികളെ നിരത്തുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ട് അല്ലേ, അതിനൊരു പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അത് തേര് വെക്കേണ്ടടുത്ത് തേര് തന്നെ വെക്കണം അല്ലേ, അല്ലെങ്കിൽ ആന വെക്കേണ്ടടുത്ത് ആന വെക്കണം. സോ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഉണ്ട് അതിന്. അത് ഓരോതിൻ്റെയും പൊസിഷൻ കറക്റ്റായിട്ട് പറയാം. ഇതിനാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയാം അല്ലേ, കോൺഫിഗറേഷൻ. ഓക്കെ, സോ കോൺഫിഗറേഷൻ നമ്മൾ കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ, നമ്മുടെ ഫിസിക്സിൻ്റെ ഭാഷയിൽ മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോൺഫിഗറേഷൻ ഈസ് സ്പെസിഫൈങ് ദ കോർഡിനേറ്റ്സ്. ഓക്കെ, സ്പെസിഫൈങ് ദ ഓൾ കോർഡിനേറ്റ്സ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ ഓരോ പാർട്ടിക്കിളിൻ്റെയും കോർഡിനേറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുക. അപ്പം ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിന് 2 ഡയമെൻഷനിലാണെങ്കിൽ 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലേ, X കോർഡിനേറ്റും ഉണ്ടാവും Y കോർഡിനേറ്റും ഉണ്ടാവും. സോ എക്സും വൈയും ഇങ്ങനെ ഓരോ പാർട്ടിക്കിളിനും അതിൻ്റെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും. ഇനി N ഡയമെൻഷനാണ്, ചിലപ്പോൾ നമ്മൾ N ഡയമെൻഷനിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ N ഡയമെൻഷനാണ് N കോർഡിനേറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. X, Y, Z, A, B, C, D അങ്ങനെ N നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കോർഡിനേറ്റ്സ് എല്ലാം ഓരോ പാർട്ടിക്കിളിനും കോർഡിനേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നതിന് നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പറയുന്ന പോലെ ഇറ്റ്സ് എ കോൺഫിഗറേഷൻ സ്പേസ്. അതുപോലെ മറ്റൊരു കോൺസെപ്റ്റാണ് ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സ്പേസിൽ നമ്മൾ അതിൻ്റെ ഓരോൻ്റെ ലൊക്കേഷനാണെന്ന്. പക്ഷേ ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഫിസിക്കൽ പിക്ചറുള്ള ഒരു സാധനമല്ല. ഓക്കെ, ഫേസ് സ്പേസ് എന്താണ്? ഫേസ് സ്പേസ് ഈസ് എ മാത്തമാറ്റിക്കൽ കോൺസ്ട്രക്റ്റ്. നമ്മൾ മാത്തമാറ്റിക്കലി നിർമ്മിച്ചെടുക്കുന്ന ഒരു നിർമ്മിതിയാണിത് എന്ത് ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. അതെന്തില്ല, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് സംശയം വരും, എന്തിനാണ് പിന്നെ നമ്മൾ ഫേസ് സ്പേസ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർ അവർ കൺവീനിയൻസ്. ബിക്കോസ് in physics all the mathematical equations of mechanical systems involve 2 things. 2 കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഒന്ന് പൊസിഷൻ, എക്സ് വൈ സെഡ് അല്ലേ, 6 എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന പൊസിഷൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഇക്വേഷൻസിൽ കാണുന്ന സാധനമാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റം അല്ലേ, പി എക്സ് പി വൈ പി സെഡ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പൊസിഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് വിളിച്ച പോലെ നമ്മൾ പുതിയൊരു സ്പേസ് ഡിഫൈൻ ചെയ്യാണ്. ഇറ്റ് ഈസ് കോൾഡ് ഫേസ് സ്പേസ്. ആ ഫേസ് സ്പേസിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ പൊസിഷനും വൈ ആക്സിസിൽ മൊമെൻറ്റുമാണ് ഉണ്ടാവുക. വൈ ആക്സിസിൽ മൊമെൻറ്റം. ഇങ്ങനെ അതായത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു പാർട്ടിക്കിളിന് പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എത്രയായിരിക്കും, കോർഡിനേറ്റ് പൊസിഷൻ എത്രയായിരിക്കും? പൊസിഷൻ 2ലാണ്. പിന്നെ അതിൻ്റെ മൊമെൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അത് എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ അത് 3 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 2, 3. സോ അതായിരിക്കും ആ കോർഡിനേറ്റ്, ആ പോയിന്റിൻ്റെ ഫേസ് സ്പേസിലെ കോർഡിനേറ്റ്, ഫേസ് സ്പേസിലെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ
എൻറ്റിറ്റി അല്ല നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ് പറയുന്ന പോലെ. പക്ഷേ എന്താണ്, ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ കോൺസ്ട്രക്ട് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ കോൺസ്ട്രക്റ്റ് ആണ് ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫേസ് സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിന്നുണ്ട് പൊസിഷൻ ഉണ്ട്, മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ സിസ്റ്റം കൺസിഡർ ചെയ്യണം. അത് എക്സും വൈയും ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പി എക്സ് ഉണ്ടാവും, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പി വൈ ഉണ്ടാവും. ഇങ്ങനെ 2 കോർഡിനേറ്റ്സ് നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യും. ഓരോ കോർഡിനേറ്റ്സിനും ഓരോ മൊമെൻറ്റം വഴി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു n ഡയമെൻഷണൽ കോർഡിനേറ്റ്സ് ഉള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫേസ് സ്പേസ് മാർക്ക് ചെയ്യാൻ എത്ര കോർഡിനേറ്റ്സ് ഉണ്ടാവും? ദർ വിൽ ബി n കോർഡിനേറ്റ്സ്. ഓക്കെ, കോർഡിനേറ്റ്സ് നമ്മൾ ക്യൂ എന്ന് മാർക്ക് ചെയ്യും. ചില സമയങ്ങളിൽ നിങ്ങൾക്കറിയാം അല്ലേ, ലഗ്രാഞ്ചിനൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ക്യൂ എന്ന് മാർക്ക് ചെയ്യും. അതേപോലെ മൊമെൻറ്റത്തിന് നമ്മൾ പി എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, സോ ദർ വിൽ ബി n coordinates, that is q1, q2, q3, etc. qn, and there will be n coordinates for momentum, n values for momentum. ഇനി അതാണ് 1 ഡയമെൻഷനിൽ ആണ്, ഒറ്റ ഡയമെൻഷനിൽ n ഡയമെൻഷനിൽ ആണല്ലേ. ഇനി n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഓരോ പാർട്ടിക്കിളിനും എത്ര ഉണ്ടാവും? n ഡയമെൻഷൻസ്. ഫോർ എക്സാമ്പിൾ 3 ഡയമെൻഷനിലാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കോർഡിനേറ്റ്സ് ഉണ്ടാവും? q1, q2, q3. ഓക്കെ, ഒറ്റ പാർട്ടിക്കിളിന്, സിംഗിൾ പാർട്ടിക്കിളിന്. അതേസമയം എന്തുണ്ടാവും? p1, p2, p3, 3 മൊമെൻറ്റും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ഫേസ് സ്പേസ് ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ. 3 ഡയമെൻഷനിൽ അപ്പോൾ ഇൻ 3 ഡയമെൻഷൻ ഫേസ് സ്പേസിൽ എത്ര വേരിയബിൾസ് ഉണ്ടാവും? 6 വേരിയബിൾസ് ഉണ്ടാവും ഒരു സിംഗിൾ പാർട്ടിക്കിളിന്. ഓക്കെ, സിംഗിൾ പാർട്ടിക്കിളിന് 6 വേരിയബിൾസ് ഉണ്ട്. അതായത് q1, q2, q3, p1, p2, p3. ഇനി ഒരു 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ, 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 6 + 6 എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും. ഇനി ഈ 2 പാർട്ടിക്കിൾസും ഒരു ഡയാറ്റമിക് മോളിക്യൂൾ പോലെ ഒരു കണക്റ്റഡ് ആണെങ്കിലോ, കണക്റ്റഡ് ആണെങ്കിൽ ഓരോന്നിനും എത്ര ഉണ്ടാവും? 5 വീതം ഉണ്ടാവും. കാരണം ഓരോന്നിനും 6 കോർഡിനേറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അപ്പോൾ 6 - 1 5. സോ 5 + 5 = 10. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 10 ഇതുണ്ടാവും എന്തിന്, നമുക്ക് ഒരു ഡയാറ്റമിക് മോളിക്യൂളിന്. അങ്ങനെ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. സോ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് ഐഡിയ ഇതാണ്. സോ നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം, ഇത് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കൂ, ദ ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ് ഓഫ് 10 റിജിഡ് ഡയാറ്റമിക് മോളിക്യൂൾസ് ഈസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഒരൊറ്റ സിംഗിൾ ഡയാറ്റമിക് മോളിക്യൂൾ ആണെങ്കിലോ, ഒരു സിംഗിൾ ഡയാറ്റമിക് മോളിക്യൂൾ ആണെങ്കിൽ എത്ര ഡയമെൻഷൻ ഉണ്ടാവും? ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ്, ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ് എന്നതാണ് ഇറ്റ് ഈസ് ദ ഒറ്റ സിംഗിൾ പാർട്ടിക്കിൾ ആണുള്ളെങ്കിൽ നമുക്കറിയാം 6 ഡയമെൻഷൻ ഉണ്ടാവും അല്ലേ? പി എക്സ്, പി വൈ, പി സെഡ്, എക്സ് വൈ സെഡ്, ഇങ്ങനെ 6 ഡയമെൻഷൻസ് ഉണ്ടാവും. 2 എന്താവും? ഓരോ പാർട്ടിക്കിളിനും 6 വീതം ഉണ്ടാവും. പക്ഷേ അതിൽ ഒരു കോൺസ്ട്രെയിൻ്റ് ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവും? ദർ വിൽ ബി 5 ഫോർ ഈച്ച് അല്ലേ? ആ 5 എണ്ണത്തിന് ഓരോന്നിനും 5 കോർഡിനേറ്റ്സ് വീതം ഉണ്ടാവും, ഡയമെൻഷൻ കോർഡിനേറ്റ്സ് വീതം ഉണ്ടാവും. സോ ദർ വിൽ ബി 5 dimension. This will be 5 dimensional for a single particle. So 5 + 5 will be 10 dimension. Okay, അപ്പോൾ ഒരു സിംഗിൾ ഡയറ്റമിക് പാർട്ടിക്കിൾസിന് മോളിക്യൂളിന് ഫേസ് സ്പേസിൽ എത്ര ഡയമെൻഷൻ ഉണ്ടാവും? 10 ഡയമെൻഷൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പറഞ്ഞത്? 10 റിജിഡ് ഡയറ്റമിക് മോളിക്യൂൾസ് ആണ്. അപ്പോൾ 10 × 10 എത്ര? ഇറ്റ് വിൽ ബി 10 × 10 100. ഇറ്റ് വിൽ ബി 100 ഡയമെൻഷൻസ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഐഡിയ. So option D is the correct one. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറാണ്. ഇതും കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ്, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ലിയോവിൽസ് തിയറം. എന്താണ് ലിയോവിൽസ് തിയറം? ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻ ഫേസ് സ്പേസ്. ഫേസ് സ്പേസിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ കൺസർവേഷൻ പറയുന്ന പ്രിൻസിപ്പിളാണ് എന്താണ് ലിയോവിൽസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് പ്രോബബിലിറ്റി. അത് പ്രോബബിലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ എനർജി കൺസർവേഷൻ പറയില്ലേ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. അതുപോലെ പ്രോബബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫേസ് സ്പേസിൽ നമുക്ക് പ്രോബബിലിറ്റീനെ ഡെസ്ട്രോയ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യാനേ പറ്റൂ. ഓക്കെ, അപ്പം ദർ ഈസ് എ ഫ്ലോ ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, ദർ ഈസ് എ flow of
probability. So ഈ ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫ്ലോൻ്റെ നേച്ചർ തീരുമാനിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത് പറയുന്നത് ലിയോവെൽസ് ഇക്വേഷൻ അല്ലെങ്കിൽ ലിയോവെൽസ് തിയറം എന്ന് പറയുന്നത്. സോ ലിയോവെൽസ് തിയറം നമുക്ക് ഇങ്ങനെ എഴുതാം dp/dt is equal to 0. Okay, where p is the probability and t is the time. So this is the rate of change of probability is equal to 0. Rate of change of probability is equal to 0. പക്ഷേ ഇവിടെ എന്താണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോബബിലിറ്റി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ അങ്ങ് എഴുതിയാൽ പോരെ. പിന്നെ എന്തിനാണിത്? ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദിസ് ഇൻവോൾവ്സ് വാട്ട് ഈസ് നോൺ ആസ് എ പോയ്സോൺ ബ്രാക്കറ്റ്. ഓക്കെ, പോയ്സോൺ ബ്രാക്കറ്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുള്ളൂ. ജസ്റ്റ് ഇപ്പത്ര മനസ്സിലാക്കിയാൽ മതി. പോയ്സോൺ ബ്രാക്കറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി with coordinates where a is function of q and p, b is a function of q and p is defined as dou a by dou q, dou b by dou p minus dou b divided by dou q into dou a divided by dou p. So this is the definition of a comma b. Now p with h എന്തായിരിക്കും? p with h Poisson bracket is defined as dou p divided by dou q into dou h by dou p minus dou h by dou q into dou p by dou p. Okay, so this is the definition of p with h. Then dp by dt can be written as dou p by dou t. This is partial derivative because p is a function of both q and time plus whatever this. Okay, I know p with h Poisson bracket p with h എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. ഇത് ലിയോവെൽസ് തിയറം പറയുന്നത്. ഫൈൻ. സോ ഇത് നമുക്ക് പറയാനുള്ളത് ഡിസ്റ്റിങ്വിഷബിൾ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. ഓക്കെ, ഡിസ്റ്റിങ്വിഷബിൾ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് എല്ലാ പാർട്ടിക്കിൾസും ഡിസ്റ്റിങ്വിഷബിൾ ആയിരുന്നു അല്ലേ. അതായത് എനിക്കിപ്പോൾ എൻ്റെ കയ്യിലൊരു ചോക്കും ഒരു പാനയും ഉണ്ടെങ്കിൽ ദേ ആർ ഡിസ്റ്റിങ്വിഷബിൾ. എനിക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ തിരിച്ചറിയാൻ പറ്റും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വേവ് ഫംഗ്ഷൻ ആണ് ഇറ്റ് ഇസ് എ സ്പ്രെഡ്. ഒരു സിംഗിൾ പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിന് പകരം അതൊരു സ്പ്രെഡ് ഓഫ് വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ രണ്ട് വേവ് ഫംഗ്ഷൻസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഏതാണെന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു അവസ്ഥ എപ്പോൾ ഉണ്ടാവും? ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ വരും. ഓക്കെ, ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ നോക്കൂ, രണ്ട് പാർട്ടിക്കിൾസ് എയും ബിയും, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എയും ബിയും സിയും ഉണ്ടെന്നിരിക്കാം. അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ പറയാം എ ബി സി, എ സി ബി, ബി സി എ, ബി എ സി, ഇതൊക്കെ കോമ്പിനേഷൻസ് ആണ് അല്ലേ. പക്ഷേ ഇഫ് എയും ബിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എ ബി സിയും ബി എ സിയും എന്താണ്? സെയിം അല്ലേ, സെയിം ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കൗണ്ട് ചെയ്യുമ്പോഴേക്ക് മാറ്റം വരും. എപ്പോൾ? പാർട്ടിക്കിൾസിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഡിസ്റ്റിങ്വിഷബിൾ അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്നുള്ള ഐഡിയാസ് എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം, എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ ആണോ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണോ തീരുമാനിക്കുക. Then the wave function of two particles, ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് എടുത്തിരിക്കുന്നത് ഇലക്ട്രോൺ 1 ആൻഡ് ഇലക്ട്രോൺ 2. സോ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ദിസ് ഈസ് ഇലക്ട്രോൺ 1 ആൻഡ് ദിസ് ഈസ് ഇലക്ട്രോൺ 2. സോ ഈ രണ്ട് പാർട്ടിക്കിൾസും ഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ their wave functions must not overlap considerably. ഇവരുടെ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെറിയൊരു ഓവർലാപ്പിംഗ് ഉണ്ട് അല്ലേ, ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പക്ഷേ അധികം ഓവർലാപ്പ് ചെയ്യാതെ, അധികം എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റും നമുക്ക് എത്ര മാത്രം പോകാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡൊക്കെ നിങ്ങൾ ഒപ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒപ്റ്റിക്സിലൊക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് നമ്മൾ എപ്പോഴാണ് ഡിസ്റ്റിങ്വിഷ് ആയിട്ട് മനസ്സിലാക്കാം? അവയുടെ വേവ് ഫംഗ്ഷൻസ് കൺസിഡറബിളി ഓവർലാപ്ഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവ ഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറയും. ഇനി എപ്പോഴാണ് ഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറയാം, ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറയാം? ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറയണമെങ്കിൽ വേവ് ഫംഗ്ഷൻസ് കൺസിഡറബിളി ഓവർലാപ്പിംഗ്. ഇതുണ്ടോ,
ഇവിടെ നമുക്ക് psi എയും psi ബി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് പാർട്ടിക്കിൾസിൻ്റെയും വേവ് ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡറബിളി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ദെർഫോർ വി കൻ നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ദിസ് ടു പാർട്ടിക്കിൾസ്. ജസ്റ്റ് ലൈക്ക് റെസൊല്യൂഷൻ, നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഒപ്റ്റിക്സിൽ പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേവ് ഫംഗ്ഷൻസ് ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് പാർട്ടിക്കിൾസിന് ഡിസ്റ്റിംഗ്വിഷ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ മൈക്രോസ്റ്റേറ്റ്സിനെ കൗണ്ട് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, സോ ദെർഫോർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഐഡന്റിഫൈ പാർട്ടിക്കിൾസ് വെദർ ദേ ആർ ഡിസ്റ്റിംഗ്വിഷബിൾ ഓർ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ. ഓക്കെ, നമുക്ക് ഡിസ്റ്റിംഗ്വിഷബിൾ ആണ് നമ്മൾ പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുന്നില്ല, അത്തരം പാർട്ടിക്കിൾസ് നമുക്ക് സാധാരണ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, എന്താ വിളിക്കാം, ക്ലാസിക്കൽ പാർട്ടിക്കിൾസ്. ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ഇതിന് എക്സാമ്പിളാണ് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും. ഒരു പ്രോട്ടോണും ഇലക്ട്രോണും എടുത്ത് നമുക്ക് എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ചാർജ് അല്ലേ, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും നമ്മൾ എത്ര അടുത്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ്. ഇതിന് നമ്മൾ നോൺ ഐഡന്റിക്കൽ ഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്ന് പറയും. ഓക്കെ, നോൺ ഐഡന്റിക്കൽ ഡിസ്റ്റിംഗ്വിഷബിൾ. ഓക്കെ, അത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അവ എത്ര അടുത്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ചാർജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ട് ഇലക്ട്രോൺ തന്നെ അടുത്തടുത്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ദേ ആർ ഐഡന്റിക്കൽ, ബട്ട് ഇഫ് ദേ ആർ കൺസിഡറബിളി ഫാർ അപ്പാർട്ട് then we can say that they are indistinguishable but identical but distinguishable. Okay, ഇനി കൺസിഡറബിൾ ഓവർലാപ്പിംഗ് വേവ് ഫംഗ്ഷൻ അല്ലാത്തരം പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് പറയും, identical but indistinguishable. Okay, they have overlapping wave packets. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ആയിരുന്നു. ഇനി നമ്മൾ ഈ ഭാഗത്ത് ലാസ്റ്റ് സെക്ഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്. നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് 3 തരം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്താണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, എ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി, എ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി. ഓക്കെ, എന്താണ് ഈ ഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത? ഡിസ്റ്റിംഗ്വിഷബിൾ ഐഡന്റിക്കൽ ആൻഡ് ഡിസ്റ്റിംഗ്വിഷബിൾ ആണ്. ദേ ഡോണ്ട് ഹാവ് സ്പിൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദേ ആർ ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾസ്, വേവ് ഫംഗ്ഷൻ ഡസൻറ്റ് ഓവർലാപ്പ്, ദേ ആർ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു എ ഇ പവർ മൈനസ് ഇ ബൈ കെ ടി എന്നാണ്. എ ഇ പവർ ഇവിടെ ഇത് രണ്ടും ഇ ആണ്, ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ എനർജി ഇ ഉള്ള എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഈ ഫംഗ്ഷനിൽ ഇട്ടെടുത്താൽ മതി. ഓക്കെ, ഈ സിസ്റ്റത്തിനകത്ത് ഒരു ക്ലാസിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ എനർജിയിൽ എത്ര പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചാൽ എഫ് ഓഫ് ഇ പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതാണ് അതിനർത്ഥം. അപ്പം ഇ പ്ലസ് ഡി ഇ പാർട്ടിക്കിൾസ് എത്ര ഉണ്ടാവും, എഫ് ഓഫ് ഇ ഡി ഇ. അത് ഇക്കും ഡി ഇക്കും ഇ പ്ലസ് ഡി ഇക്കും ഇടയിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും എനർജിയിൽ എത്ര പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എഫ് ഓഫ് ഇ ഡി ഇ ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ ദിസ് ഇസ് ദി ഐഡിയ ബിഹൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബോസോൺസ് ആണ്. ഓക്കെ, നിങ്ങൾ ബോസോൺസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ബോസോൺസ് എന്നാണ് സ്പിൻ ഹാഫ് ഇൻറ്റീജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് എന്ന് പറയുക. അതിന് ഉദാഹരണമാണ് ഫോട്ടോൺ, അതേപോലെ നമുക്ക് വേറെ പറയുന്നുണ്ട് കോപ്പർ പെയർ, ഫോണോൺസ്, ഇതൊക്കെ നമ്മൾ ബോസോൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബോസോൺസ് ആർ ഐഡന്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ. രണ്ട് ബോസോൺസ് എടുത്താൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യുന്നതിന് നമുക്ക് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ ഐഡന്റിക്കൽ, indistinguishable. They have integral spins like 0, 1, 2, 3 etc. Bosons ആണ് ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. ദെൻ വേവ് ഫംഗ്ഷൻസ് ഓവർലാപ്പ് എന്നിട്ട് സോ ഇത്തരം ഫംഗ്ഷൻസിൻ്റെ ഇത്തരം പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ നമ്മൾ ഒരു എനർജി എനർജി എടുത്താൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വെച്ചാൽ എഫ് ഓഫ് ഇ ആണ് വരിക. ആ എഫ് ഓഫ് ഇ എന്താണ്, ഇതാണ് 1/e raised to E minus mu divided by KT minus 1. ഇവിടെ mu എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് നമുക്ക് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഫെർമിയോൺസ്. ഓക്കെ, ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ പാർട്ടിക്കിൾസ് വിത്ത് ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഫെർമിയോൺസ് വിളിക്കുക. സോ ഇത്തരം പാർട്ടിക്കിൾസ് ഒബേ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു എനർജി ഇ എടുത്താൽ എത്ര പാർട്ടിക്കിൾസ് ആ എനർജിക്കകത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ദിസ് ഫംഗ്ഷൻ വെർ ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി, വെർ ഇ എഫ് ഇസ് ദ ഫെർമി എനർജി
ഓക്കെ സോ ഇവിടെ എന്താണ് ഐഡന്റിക്കൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്, ഹാഫ് ഇൻറ്റഗ്രൽ സ്പിൻസ് ആണ്, ഫെർമിയോൺസ് ആണ്, വേവ് ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കിയാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിൻ്റെ ഒക്കെ ക്ലൗഡ്സ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ സിസ്റ്റം ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, കുറേ ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത്, അവിടെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ എനർജിയിൽ എത്ര ഇലക്ട്രോൺസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആണ്, മറ്റൊരു രണ്ടുമല്ല. ഇനി അതല്ല നിങ്ങൾ ചോദിക്കുന്നത് ഫോട്ടോൺസിൻ്റെ സിസ്റ്റമാണ്, കുറേ ഫോട്ടോൺസ് ഉള്ള ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ കുറേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ അത്തരം കേസുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇനി അത് രണ്ടുമല്ല നിങ്ങൾ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആണ്, പ്രോട്ടോണോ ന്യൂട്രോണോ ഇലക്ട്രോണോ ഒക്കെ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അന്നേരം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഈ ഡിസ്കഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി വേണ്ടി നടത്താം ഇതിൻ്റെ എല്ലാം നേച്ചറിനെ കുറിച്ച്. നോക്കൂ, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതേപോലെ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്ക് എപ്പോഴും മാഗ്നിറ്റ്യൂഡിൽ നമ്പർ ഡെൻസിറ്റിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ അതേസമയം ഇവിടെ നോക്കുന്നു, ഇവിടെ ഇ മൈനസ് മ്യൂ ബൈ കെ ടി ആണ്. ദിസ് ഇസ് സം കൈൻഡ് ഓഫ് എനർജി, റീസ്കെയിൽഡ് എനർജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ സോ എനർജി പെർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നോക്കുകയാണെങ്കിൽ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, പിന്നീട് വരുന്നത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ആണ്, ഏറ്റവും കുറവ് വരുന്നത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇതോടെ ഈ സെക്ഷൻ അതേപോലെ തന്നെ ഈ ടോപ്പിക്കും കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഐ വിഷ് ഓൾ യു എ വെരി ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. താങ്ക് യു.